കർത്താവ് സഹായിക്കട്ടെ. കടന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്ന ഒരാഴ്ച. പകൽക്കാലം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒത്തിരി പേര് യാത്രയിലൊക്കെയാണ്. സ്തോത്രം. യാത്രയിൽ ദൈവത്തിന്റെ കരം കൂടി നിന്ന് സുരക്ഷിതമായവരെ ഇവിടെ എത്തിക്കേണ്ടതിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം today's morning meditation, let us turn Ephesians chapter 6 verse 14 to 18. ഇന്ന് പകൽക്കാലത്തെ വചനധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് തിരിക്കാം. We can give the heading as be strong in the Lord. കർത്താവിന്റെ അമൂല്യ ബലത്തിൽ ധൈര്യപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ വചനത്തിന്റെ പ്രസംഗത്തിന്റെ തലക്കെട്ട്. The same verse we read and meditated maybe few weeks ago, and we were discussing about the first armor of God. ചില ആഴ്ചകൾക്ക് മുമ്പ് ഈ വേദഭാഗത്തിൽ നിന്ന് തന്നെ നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. ആ ദൈവത്തിന്റെ സർവായുധ വർഗം എന്നുള്ളതിനെ കുറിച്ചാണ് നാം അന്ന് ചിന്തിച്ചത്. വായിക്കും നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ചും. ആമേൻ, സ്തോത്രം. 14-18 വാക്യം വായിച്ചാൽ Okay, so we don't want to discuss all the armors of the weapons of the spiritual forces or the war, but today we just discuss about the second one, the armor of righteousness. ഇന്ന് നാം ചിന്തിക്കുന്നത് രണ്ടാമത്തെ ഭാഗമായ നീതിയുടെ സർവായുധ വർഗം എന്നുള്ളതിനെ കുറിച്ചാണ്. ആ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. We all live in a world today that is totally under the control of the satanic forces. സാത്താന്യ ശക്തിയുടെ പൂർണ്ണമായും അധീനതയിലുള്ള ഒരു ലോകത്തിലാണ് നാം ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത്. This passage Apostle Paul returned to the church of Ephesus and giving strong warning about to resist evil tricks and stand firm in the Lord. എഫേസ്യയിലെ വിശ്വാസികൾക്ക് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് അവർക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. സാത്താന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. As we discuss about this passage, describe about the armor of God which enables us to resist evil and stand firm in the Lord. കർത്താവിൽ ഉറച്ചു നിൽപ്പാനും ശത്രുവിനെ എതിർത്തു തോൽപ്പിക്കുവാനും ദുഷ്ടതയെ അതിജീവിക്കുവാനുമുള്ള മുന്നറിയിപ്പും ധൈര്യവും ദൈവത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ആഹ്വാനവുമായിട്ടാണ് പൗലോസ് ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തുന്നത്. In verse 14 we saw the first armor which is truth. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും tighten the belt of the truth in us. നീതി എന്ന കവചം ധരിച്ചും. ആമേൻ, സ്തോത്രം. Tighten the belt of truth in us. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. Amen, സ്തോത്രം. Praise the Lord. We need to have a higher level of truth. We have to apply the higher level of truth, not the ordinary truth. സാധാരണമായ സത്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, ഉന്നതമായിരിക്കുന്ന ദൈവിക സത്യത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. It describes the word of God. അത് ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതാണ്. The truth is the word of God. ആ സത്യം എന്ന് പറയുന്നത് ദൈവവചനമാണ്. There are a lot of truth. അനേക സത്യങ്ങളുണ്ട്. But the truth is the word of God. എന്നാൽ പ്രത്യേക സത്യം എന്ന് പറയുന്നത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവശക്തിയുള്ള സത്യ ദൈവവചനത്തെ കുറിച്ചാണ്. Amen. Hallelujah. Hallelujah. As we discussed last week or that week, as we said, amen, so we know that the sickness, the doctors find out, diagnose the sickness, that is truth. നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചപ്പോൾ നാം ഇപ്രകാരം ചിന്തിക്കുകയുണ്ടായി: വൈദ്യന്മാര്, ഡോക്ടർമാര് രോഗികളെ പരിശോധിച്ചിട്ട് അവർ കണ്ടെത്തുന്ന രോഗത്തിന്റെ ആ രോഗമെന്ന് പറയുന്നത് വാസ്തവമാണ്. But that is the truth. But the truth is, amen, God is the healer. ആമേൻ. അത് സത്യമാണെങ്കിലും ആ വാസ്തവമായിരിക്കുന്ന സത്യം എന്ന് പറയുന്നത് നമ്മുടെ ദൈവം നമ്മെ സൗഖ്യമാക്കുന്നവനാണ് എന്നുള്ളതാണ് ആത്യന്തികമായിരിക്കുന്ന സത്യം എന്ന് പറയുന്നത്. That the word of God we need to tighten in our as a belt, tighten in us.
ആമേൻ. അതുകൊണ്ടാണ് സത്യമായിരിക്കുന്ന ദൈവവചനം നമ്മുടെ അരയ്ക്ക് കെട്ടി നാം അതിനെ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊള്ളണം എന്നുള്ളതാണ്. As Abraham and Isaac was walking in the Moriah mountain, in the top of the mountain for the sacrifice. ആ യാഗത്തിന് വേണ്ടി അബ്രഹാം ഇസാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് നടന്നു പോകുമ്പോൾ There was no sheep. That's the truth. അവിടെ യാഗത്തിന് വേണ്ടിയുള്ള യാഗമൃഗമായ ആടിനെ കരുതിയിരുന്നില്ല. But he tightened the belt of the truth that God is provider. ആമേൻ. എന്നാൽ അബ്രഹാം ഉറക്കെ വിശ്വസിച്ചു. അതുകൊണ്ട് ദൈവവചനത്തിന്റെ ശക്തിയെ അവൻ അരക്കി കെട്ടിക്കൊണ്ട് അവൻ പൂർണ്ണമായി വിശ്വസിച്ച സത്യം എന്ന് പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി കരുതുമെന്നുള്ളതാണ്. So in difficult times we have to tighten the truth of the word of God. ആമേൻ. ദൈവവചനത്തെ ഏത് കഠിനമായ ശോധനയുടെ വേളയിലും ദൈവവചനത്തെ മുറുകെ അരക്കി കെട്ടിക്കൊണ്ട് ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിന്റെ ശക്തിയെ അറിഞ്ഞുകൊണ്ട് ആമേൻ നാം മുന്നോട്ട് പോകേണ്ടതാണ്. In Ephesians 6:14, another we say that the second weapon is the spiritual armor is righteousness. 6:14 രണ്ടാമത്തെ ആയുധം എന്ന് പറയുന്നത് നീതിയാണ്. Which serves as a breastplate to protect our important organs. ആമേൻ. നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ആയുധമാണ് നീതി എന്നുള്ളത്. Righteousness involves doing what is right and taking right actions. ആമേൻ. righteousness അഥവാ നീതി എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളതും ശരിയായ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതുമാണ്. ശരിയായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് നീതി എന്ന് പറയുന്നത്. But this righteousness which mentioned here goes beyond the world's standard. ഇവിടെ പറയുന്ന ഈ നീതി ഉണ്ടല്ലോ, അത് ലോകം ഒരുക്കി വച്ചിരിക്കുന്ന ലോകത്തിന്റെ നിലവാരത്തിൽ നിന്ന് ഉന്നതമായിരിക്കുന്ന നീതിയത്രേ ഈ ദൈവിക നീതി ഈ വേദഭാഗത്തിൽ രേഖപ്പെടുത്തുന്നു. That is why people in the world may demonstrate righteousness by responsibility, loving their children, loving their family, loving their parents and other moral virtues. Amen. നീതിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നന്മകളെയും എല്ലാം നേരായ വഴിയിൽ നീതിയിൽ നടത്തുക എന്നുള്ളതാണ്. That is the concept of the world righteousness. അതാണ് ലോകത്തിന്റെ നീതിയെ കുറിച്ച് ലോകത്തിന്റെ ആശയം എന്ന് പറയുന്നത്. But the righteousness of Christ Jesus operates on higher level. എന്നാൽ യേശുവിന്റെ നീതി എന്ന് പറയുന്നത് ലോകത്തിന്റെ നീതിയേക്കാൾ ഉന്നതമായ നിലവാരത്തിൽ പ്രവൃത്തി മണ്ഡലത്തിൽ വരുന്നതത്രേ. This righteousness comes through obedience to the word of God. അവൻ ഈ നീതി എങ്ങനെയാണ് വരുന്നത് അറിയാമോ? പൂർണ്ണമായ ദൈവവചനത്തോടുള്ള അനുസരണത്തിലാണ് നമുക്കത് ലഭിക്കുന്നത്. It is important to understand that achieving this level of righteousness, to acquire this level of righteousness, obedience the scripture, obedience the word of God. ഈ നിലവാരത്തിലുള്ള ദൈവത്തിന്റെ നീതിയെ നമുക്ക് പ്രാപിക്കണമെങ്കിൽ ഹല്ലേലൂയ അത് നാം മുറുകെ പിടിക്കേണ്ടതാണ്. Praise the Lord. We have to hold the righteousness, this level of righteousness, to hold the truth word of God. ദൈവവചനത്തെ സത്യ ദൈവവചനത്തെ നാം മുറുകെ പിടിക്കുന്നെങ്കിൽ മാത്രമേ ഈ നീതിയെ നമുക്ക് പ്രാപിക്കാൻ കഴിയൂ. Obey the word of God. ദൈവവചനത്തെ അനുസരിക്കുന്നെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. Not just adopting good cultural mannerism in our society. ഈ സമൂഹത്തിൽ കാണുന്ന സാംസ്കാരികമായിരിക്കുന്ന കാര്യങ്ങളെ നാം അതിനെ അനുധാവനം ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, like morality, honesty, doing the right things in the eyes of the world. ലോകത്തിന്റെ ദൃഷ്ടിയിൽ ലോകത്തിന്റെ കാഴ്ചയിൽ ധാർമ്മികമായതും സത്യമായതും അങ്ങനെയുള്ള കാര്യങ്ങൾ നാം ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല ഈ നീതിയെ പ്രാപിക്കാൻ കഴിയുന്നത്. When we fulfill some responsibility, world may say that okay, that is righteous and you are a righteous man, but our righteousness, Jesus' righteousness is a higher level than that. ഈ ലോകത്തിൽ ചില ചുമതലകളെ നാം നിർവഹിക്കുമ്പോൾ ഈ ലോകത്തിന്റെ കണ്ണിൽ വെച്ച് നോക്കുമ്പോൾ അത് നീതിയാണെന്ന് തോന്നാം. എന്നാൽ യേശു പറയുന്ന നീതി എന്ന് പറയുന്നത് അതിനേക്കാൾ എത്രയോ ഉന്നതമായിരിക്കുന്നതാണ്. Yes, these are very important factors in our life. That never say that they did not want this responsibility, this world righteousness. ഈ ലോകത്തിന്റെ നീതിയെ നമുക്ക് വേണ്ട എന്നുള്ളതല്ല, അതിനെ നാം പൂർണ്ണമാക്കണ്ട എന്നുള്ളതല്ല. എന്നാൽ അതിനപ്പുറമായി ദൈവത്തിന്റെ ഒരു നീതി, കർത്താവ് പറയുന്ന ഒരു നീതി ഉണ്ടെന്നുള്ളത് ഉന്നതമായിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. That righteousness is to God's word of God, God's word. ആ നീതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമത്രേ. Obedience to the word of God. ദൈവ വചനത്തോടുള്ള അനുസരണമത്രേ. In 6:14 Paul emphasized the importance of putting on the breastplate of righteousness. 6:14 നീതിയുടെ നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ചുകൊണ്ട് എന്ന് 6:14. This
armor protects our hearts and minds from the enemy's attack. ആമേൻ. ശത്രുവിന്റെ ഉപദ്രവത്തിൽ നിന്ന്, ആക്രമണത്തിൽ നിന്ന് ഇത് നമ്മെ പൂർണ്ണമായി സംരക്ഷിക്കുന്നു. This armor protects not only the storm attacking from the enemies, but also enabling us to stand firm in our faith. ആമേൻ. ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുക മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഉത്തേജനം നൽകുന്നത്. So let us try wear the arm of the breastplate of righteousness by living out our faith through the obedience of God's word. ആമേൻ. നമ്മുടെ വിശ്വാസത്താൽ ദൈവവചനത്തിന് അനുസരണമായി മുന്നോട്ട് പോകുന്നതിൽ കൂടെ അത്രേ നാം ഇത് പ്രാപിച്ചെടുക്കുന്നത്. When you take the example of in Matthew chapter 3:15, he says that മത്തായി സുവിശേഷം 3:15 അധ്യായത്തിൽ he says like, let be so now, it is proper for us to do this to fulfill all righteousness. യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. We know Jesus is being righteous himself. യേശു തന്നെയാണ് നീതി എന്ന് നമുക്കറിയാം. He is righteous God, നീതിമാനായ ദൈവം, but chose to be baptized to demonstrate obedience to God's word. എന്നാൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാൻ ദൈവത്തിന്റെ വചനത്തെ അനുസരണമായി കർത്താവ് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. In that way he was obeying God's word അങ്ങനെ യേശു ദൈവത്തിന്റെ വചനത്തിന് അനുസരണമുള്ളവനായി and fulfilled that righteousness. അങ്ങനെ ആ നീതി പൂർണ്ണമാക്കുവാൻ ഇടയായി. So the concept of righteousness of the world is not enough. അതുകൊണ്ട് ലോകത്തിന്റെ നീതിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ മാത്രം മതിയാകത്തില്ല. We must try for a higher level of righteousness that comes from obeying God's word. ദൈവവചനത്തെ അനുസരിക്കുന്നതിലൂടെ ലോക നീതിയുടെ ആ പട്ടികയിൽ നിന്ന്, അതിന്റെ നിലവാരത്തിൽ നിന്ന് ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് ഈ നീതിയെ പ്രാപിക്കേണ്ടതിന് ദൈവവചനത്തെ നാം അനുസരിക്കേണ്ടതാണ്. This righteousness covers essential and important aspects of our spiritual life. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന മൂലകങ്ങള് അതിനുവേണ്ടി നാം നിൽക്കേണ്ടതിന് ഈ നീതി നമുക്ക് ആവശ്യമാണ്. This righteousness means the righteousness of Jesus. It is superior to human righteousness. മനുഷ്യന്റെ നീതിയേക്കാൾ ഏറ്റവും ഉയർന്നത്രേ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന നീതി എന്നുള്ളത്. And the scripture also translated as the righteousness of the kingdom of God. ആമേൻ. ഈ ദൈവവചനം ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ചും ഇവിടെ സൂചിപ്പിക്കുകയത്രേ. This righteousness is translated as the Jesus righteousness and also translated as the kingdom of the righteousness of the kingdom of God. ആമേൻ. ഇത് യേശു ക്രിസ്തു നൽകുന്ന നീതി മാത്രമല്ല, ദൈവരാജ്യത്തിന്റെ നീതിയെ കുറിച്ചുമാണ് ഇവിടെ In the രേഖപ്പെടുത്തിയിരിക്കുന്നത്. higher level of the word of God. ആമേൻ. ഇത് അത്യുന്നതമായിരിക്കുന്ന ദൈവത്തിന്റെ ഉന്നതമായിരിക്കുന്ന വചനത്തിന്റെ നീതിയത്രേ ആ നീതി എന്ന് പറയുന്നത്. For example, in the world, if someone hits of you in the cheek, in the one side of the cheek, you have every right to revenge or defend against him and respond with him, and also say we need to seek the justice also. ലോകത്തിന്റെ ന്യായപ്രമാണ പ്രകാരം, ലോകത്തിന്റെ നീതി അനുസരിച്ച് ആരെങ്കിലും ഒരുത്തൻ നമ്മുടെ ഒരു മുഖത്തിലെ ഒരു കവിളിൽ വന്ന് അടിച്ചാൽ നാം അവർക്ക് എതിരായിട്ട്, നമ്മെ മുറിവേൽപ്പിക്കുന്നതിനായിട്ട് നമ്മൾ അവരെ അതിന്റെ പ്രതികാരം ചെയ്യും. കോടതിയിൽ പോലും പോയി അതിനെ നമ്മൾ നോക്കും. That is our world righteousness, right? അതാണ് ലോകത്തിന്റെ നീതി എന്ന് പറയുന്നത്. But in Matthew 5:39 says, എന്നാൽ മത്തായി സുവിശേഷം 5:13 righteousness of the kingdom requires showing the other cheek too. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേത് തിരിച്ചു കാണിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. That means Bible says the righteousness of the kingdom surpasses the righteousness of the Pharisees and Sadducees. ആമേൻ. പരീശന്മാരുടെയും സദൂക്യരുടെയും നീതിക്ക് മുകളിലാണ് കർത്താവായ യേശു ക്രിസ്തു വെച്ചിരിക്കുന്ന മാനദണ്ഡത്തിന് അനുസരിച്ചിരിക്കുന്ന ഉന്നതമായ നീതി എന്നുള്ളത്. For them, righteousness was about following its external rules and regulations. പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം നീതി എന്ന് പറയുന്നത് പുറമേ ബാഹ്യമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അതിന്റെ ദൃഷ്ടാന്തമാണ് അവർ നീതി എന്ന് രേഖപ്പെടുത്തിയത്. But the kingdom righteousness involves the heart and mind. ആമേൻ. എന്നാൽ സ്വർഗരാജ്യത്തിന്റെ നീതി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന നീതി അത്രേ. That we see in Matthew chapter 5 verse 21 to 22. മത്തായി 5:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. If you committing to sin in your heart, കുല ചെയ്യരുത്, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പാപം ചെയ്താൽ. Amen. Hallelujah. It does not mean
to need to do the sin in outside. അതിന്റെ അർത്ഥം പുറമേ നമ്മൾ പാപം ചെയ്യണമെന്നുള്ളതല്ല. Amen. Hallelujah. Praise the Lord. If you do the sins outside, amen. Hallelujah. That is the Old Testament or the law. What says that if you do this one, you are sinner. പഴയ നിയമത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ പാപം ചെയ്താൽ നിങ്ങൾ പാപിയാണെന്ന് നമ്മളെ മുദ്ര കുത്തുകയാണ്. If you murder a person, if you kill a person, ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ you are a murderer. നീ ഒരു കൊലപാതകനാണ്. But in the New Testament righteousness, എന്നാൽ പുതിയ നിയമത്തിന്റെ നീതിയെ സംബന്ധിച്ച് if you think that he is a fool or your brother is a fool, you are a murderer. ഒരു നിന്റെ സഹോദരനെ കുറിച്ച് നീ അവനൊരു വിഡ്ഢിയാണ്, ഒരു മടയനാണെന്ന് നിന്റെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ നീ ഒരു കൊലപാതകയാണെന്നാണ് പുതിയ നിയമത്തിന്റെ നീതി എന്ന് പറയുന്നത്. So remember the importance of the righteousness of the word of God. അതുകൊണ്ട് ദൈവവചനത്തിന്റെ ആ നീതിയെ കുറിച്ച് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നാം ഓർക്കേണ്ടതാണ്. We are called to obey the God's word. അവൻ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുവാനത്രേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. And wear the armor of the righteousness as a breastplate. അവൻ നീതിയുടെ കവചം നാം അത് ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കേണ്ടവരത്രേ. In Matthew chapter 5 verse 27 and 28 says, മത്തായി 5:27-28 ഇപ്രകാരം പറയുന്നു. Amen. Can you read that one? Matthew chapter 5 27 28. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളിച്ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്ന എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. If you think in your heart you are doing the sin, നമ്മുടെ ഹൃദയത്തിൽ തന്നെ നാം അത് ചിന്തിക്കുന്നെങ്കിൽ നാം പാപം ചെയ്യുകയാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. so is this concept of righteousness is very important and very difficult than the Old Testament righteousness. പഴയ നിയമത്തിൽ പറയുന്ന നീതിയേക്കാൾ വളരെ പ്രയാസമുള്ളതാണ് പുതിയ നിയമത്തിൽ പറയുന്ന ഇത്തരം യേശു പറഞ്ഞ വാക്കുകൾ. In Old Testament, if you do the prostitution or then the adultery, then you will be a prostitute. പഴയ നിയമപ്രമാണം അനുസരിച്ച് നീ വ്യഭിചാരം ചെയ്താൽ നിന്നെ വ്യഭിചാരി എന്നാണ് അറിയപ്പെടുന്നത്. But in New Testament, if you think in your heart, എന്നാൽ പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ച് നിന്റെ ഉള്ളിൽ ഒരു ചിന്ത വരുമ്പോൾ തന്നെ, if you think in your mind, നിന്റെ മനസ്സിൽ അതിനെക്കുറിച്ച് നീ ചിന്തിക്കുമ്പോൾ തന്നെ you are adulterous. നീ ഒരു വ്യഭിചാരിയാണെന്നാണ് നാം ദൈവവചനം. That's why the kingdom righteousness is for the heart and mind. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവരാജ്യത്തിന്റെ നീതി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളങ്ങളെയും നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നിയന്ത്രിക്കുന്നത് അത്രേ. In short, the armor of righteousness is closely tied and related to obedience to God's word. ഈ സർവായുധ വർഗം എന്ന് പറയുന്നത് നാം ദൈവത്തോടും ദൈവരാജ്യത്തോടുമുള്ള നീതിയെ പാലിക്കേണ്ടതിനാണ് തന്നിരിക്കുന്നത്. As believers, we are called to live a life of obedience of God's word. ദൈവവചനത്തിന് അനുസരണമായി വിജയപ്പെട്ട് ജീവിക്കുവാനാണ് വിശ്വാസികളായ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. Which is the foundation of the righteousness, and to put on the armor of God as breastplate of righteousness to protect ourselves from spiritual attack or evil attack and stand firm in the Lord. ഈ ദൈവവചനവും ദൈവവചനത്തിന്റെ നീതി നിമിത്തവും നമുക്ക് ദുഷ്ടനോടും നമ്മളെ സാത്താന്റെ ശക്തികളിൽ നിന്നെല്ലാം നമ്മെ വിടുവിക്കുവാൻ പര്യാപ്തമായതത്രേ. Amen. Hallelujah. The foundation of this righteousness is not simply hearing the word. It's not simply doing this wrong things, but even in your heart, the mind you protect through this righteousness, the breastplate of this righteousness by obeying God's word. ദൈവവചനം അനുസരിക്കുന്നതിലൂടെയാണ് ഈ നീതി നമുക്ക് പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നത്. In Romans chapter 12, Paul emphasized the need for believers to live a life of obedience to God's word. റോമലേഖനം 12-ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. Praise the Lord, which is the foundation of righteousness. അതാണ് നീതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. Obedience is very important. അനുസരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. Obedience is very important in our spiritual life. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അനുസരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതി അത്രേ. Through that we can achieve victory and resist the evil attack. അതിൽ കൂടെ നമുക്ക് ജയം പ്രാപിക്കുവാനും ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന് നമുക്ക് എതിരിട്ട് വിജയം പ്രാപിക്കുവാൻ കഴിയും. But scripture emphasizes the obedience is better than sacrifices. അവൻ തിരുവചനം പറയുന്നത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും. 1 Samuel chapter 15 verse 22. 1 Samuel chapter 15 verse 22.
1 ശമൂവേൽ 15:22 The truth illustrated here in the story of King Saul, ശൗലിന്റെ ജീവിതത്തിൽ ആ കഥയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, who gave priority to sacrifice over obedience. അവൻ യാഗത്തിന് അനുസരണത്തെക്കാൾ കൂടുതൽ യാഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. That you know that lead to the consequence, the bad consequences in his life. ശൗലിന്റെ ജീവിതത്തിൽ അത് എത്രമാത്രം അതിന്റെ ഫലം അവന് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാം. So he gave importance to the sacrifice, not the word of God. ദൈവവചനത്തിനല്ല ശൗല് പ്രാധാന്യം കൊടുത്തത്, യാഗത്തിന് അത്രേ പ്രാധാന്യം കൊടുത്തത്. Doing sacrifice is not a wrong thing. യാഗം കഴിക്കുക എന്നുള്ളത് തെറ്റായ ഒരു കാര്യമല്ല. But the righteousness, Jesus' righteousness or God's righteousness is to obey the God's word and do the sacrifice. അവൻ ദൈവത്തിന്റെ കർത്താവിന്റെയും ദൈവത്തിന്റെയും നീതി എന്ന് പറയുന്നത് ആ നീതി പ്രാപിച്ചുകൊണ്ട് അതിൽ നിന്ന് യാഗം കഴിക്കുന്നതാണ് ഉത്തമമായ യാഗം. So we need to be careful that we need to do the righteousness or the sacrifices or the things. Does not mean that you don't need to do that, but first priority to obey God's word. Amen. ഒന്നാമത്തെ പ്രാധാന്യം, ഒന്നാമത്തെ മുൻഗണന എന്ന് പറയുന്നത് ദൈവവചനത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ യാഗത്തിന്റെ കാര്യം വരുന്നത്. In John chapter 13 verse 34 to 35, യോഹന്നാന്റെ സുവിശേഷം 13:34-35, 13:34 to 35, Jesus commanded us to love one another. യേശു നമ്മളോട് പറഞ്ഞത് അന്യോന്യം സ്നേഹിക്കണമെന്നുള്ള കൽപ്പന എത്രയും He emphasized that this selfless love, sacrificial love for each other is how the world will know that we are his disciples. യേശുവിന്റെ പറയുന്ന ആ കാര്യം നമുക്കറിയാം. ആ യാഗത്തെക്കാൾ അത്യന്തികമായിരിക്കുന്ന കർത്താവിന്റെ സ്വാർത്ഥതയില്ലാത്ത നിർവ്യാജമായ ആ സ്നേഹമുണ്ടല്ലോ, അതാണ് നാം നോക്കേണ്ടതെന്നുള്ളതാണ്. If we fail to obey the fundamental command to love one another, our worship and preaching and charity and praying is in vain. അടിസ്ഥാനപരമായിരിക്കുന്ന കർത്താവിന്റെ ആ പ്രമാണമുണ്ടല്ലോ, തമ്മിൽ സ്നേഹിക്കണമെന്നുള്ളത് നാം പാലിക്കാതെ നാം എന്തെല്ലാം ചെയ്താലും പാടിയാലും പ്രസംഗിച്ചാലും അതിന് അർത്ഥശൂന്യമാണെന്നുള്ളതാണ്. Why I am saying this is we need to wear the armor of righteousness, the breastplate of righteousness. ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീതിയുടെ ആ കവചം നാം ധരിക്കേണ്ടത് ആവശ്യമാണ്. That will not give any outward expressions. അത് പുറമേ ഒരു പക്ഷേ നമുക്കൊന്നും ഭാഗ്യമായി കാണാൻ സാധ്യമല്ല. You need to protect your heart and mind. നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും സംരക്ഷിക്കുവാൻ നമുക്ക് താല്പര്യമുണ്ട്. And give peace in our lives. നമ്മുടെ ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നു. We need to really obey the God's word. നാം വാസ്തവമായി ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. As God said, love one another. അവൻ കർത്താവ് പറഞ്ഞല്ലോ, അന്യോന്യം സ്നേഹിക്കാൻ കർത്താവ് പറഞ്ഞല്ലോ. As a fundamental command of Jesus Christ to us. അവൻ യേശുവിന്റെ അടിസ്ഥാനപരമായ അത്യന്താപേക്ഷിതമായ ആ പ്രമാണമായിരുന്നു അന്യോന്യം സ്നേഹിക്കുക. If you are not making the selfless love to each other, all of your sacrifices is in vain. അവൻ നിർവ്യാജമായ നിർമ്മലമല്ലാത്ത സ്നേഹം നിർമ്മലമായ സ്നേഹം നമ്മളില്ലെങ്കിൽ നാം ചെയ്യുന്ന എല്ലാ യാഗങ്ങളും അർത്ഥശൂന്യമാണെന്നുള്ളതാണ്. What about doing the outward expression? That will not considered. അവൻ നമ്മൾ ഭാഗ്യമായി നാം എന്തെല്ലാം ചെയ്യുന്നുവോ അതിനൊന്നും ഒരു വിലയില്ലാതായി പോവുകയാണ്. So here the Apostle Paul elaborates how to conduct ourselves in obedience to God, that we see in Romans chapter 12. റോമാലേഖനം 12-ാം അധ്യായത്തിൽ നാം കാണുന്നത് നമ്മുടെ ജീവിതം അങ്ങനെ നാം എങ്ങനെയാണ് നടത്തേണ്ടതെന്നുള്ളതാണ്. നാം ദൈവത്തിന് അനുസരണമായി നാം എങ്ങനെയായിരിക്കണമെന്നുള്ളതാണ്. There are three attitudes. One is the conduct towards God. മൂന്ന് മനോഭാവങ്ങളുണ്ട്. ഒന്ന് ദൈവവുമായുള്ള ബന്ധത്തിലുള്ള നടപ്പ്. How we obey the God's word. ദൈവവചനത്തെ എങ്ങനെയാണ് നാം അനുസരിക്കുന്നത്? In Romans chapter 12 verse 1 to 2 it says, റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ believers to offer their bodies as living sacrifice. സഹോദരന്മാരെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്നുള്ളതാണ്. And holy and pleasing God. ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി വിശുദ്ധ യാഗമായി സമർപ്പിക്കുവാനാണ്. Listen, that means living a life of worship. അതിന്റെ അർത്ഥം ഒരു ആരാധന മനോഭാവമുള്ള ആരാധനയുള്ള ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. Our life is itself is a worship. നമ്മുടെ ജീവിതം ആകമാനം തന്നെ ആരാധനയത്രേ. As we come and sit in the presence of the Lord in 2-3 hours, and we always satisfied with that worship. 2-3 മണിക്കൂർ ആലയത്തിലേക്ക് വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അതുകൊണ്ട് നാം തൃപ്തിപ്പെടുന്നവരാണ്.
our whole life must be a worship by surrendering our life and every moment and in obedience to the word of God and separate from the worldly patterns. അവൻ ഓരോ നിമിഷവും ലോകം ഒരുക്കി വച്ചിരിക്കുന്ന കണികളിൽ നിന്നാകുന്ന നമ്മുടെ ജീവനെ വിശുദ്ധിയുള്ളതാക്കി ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അങ്ങനെ നാം മുന്നോട്ട് ജീവിക്കേണ്ടതാണ്. Praise the Lord. ഹല്ലേലൂയ. That's what the worship. അതാണ് ആരാധന എന്ന് It's പറയുന്നത്. simply coming in 2-3 hours and singing songs, and that is not the worship. That is the worship, but that's not enough. The word is considered that is the worship. 2-3 മണിക്കൂർ ആലയത്തിലേക്ക് വന്ന് ആരാധിക്കുന്നത് ആരാധനയാണ്. എന്നാൽ അതിനപ്പുറമായി നമ്മുടെ ജീവിതം, ദൈനംദിന ജീവിതവും ഒരു ആരാധനയാണെന്നുള്ളത്. If we want to protect our hearts and mind, amen, hallelujah, we need to worship. Amen, we need to obey God's word in our sacred life and public life, and then that through that we can wear the arm of the righteousness or the breastplate of righteousness and attack the evil amen war. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം നീതിയോടെ ജീവിക്കണമെങ്കിൽ ദൈവവചനത്തെ അനുസരിക്കുകയും അതനുസരിച്ച് നാം ജീവിക്കുകയും വേണം. And next thing we are called to transform or reformed by renewing our mind. അടുത്തത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ. Once we all repented and then came to the Jesus Christ, നാമെല്ലാം അനുദപിച്ച് കർത്താവിലേക്ക് അടുത്തു വന്നു. that is not enough. എന്നാൽ അത് മാത്രം പോരാ. Every moment we need to renew our mind. ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ നാം രൂപാന്തരപ്പെടുത്തി പുതുക്കേണ്ടതാണ്. Repent every moment, focusing God's will and pleasing to God. ആമേൻ. ദൈവഹിതത്തെ നാം ശ്രദ്ധിച്ച് നമ്മളെ ദൈവത്തിന് പ്രസാദകരമായി യാഗങ്ങൾ അർപ്പിക്കേണ്ടവരാണ്. So let us submit before God by renewing our mind, presenting ourselves as a living sacrifices. ജീവനുള്ള യാഗമായി നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തി ഓരോ നിമിഷവും നാം ദൈവസന്നിധിയിലായിരിക്കേണ്ടവരത്രേ. And be holy and pleasing to God in every moment. ആമേൻ. ഓരോ നിമിഷവും നാം വിശുദ്ധരും ദൈവത്തിന് പ്രസാദമായി ജീവിക്കേണ്ടവരുമത്രേ. And do not compromise to the world but seek God's will. ആമേൻ. ദൈവത്തിന്റെ ഹിതത്തിന് വിപരീതമായി ലോകത്തിന് അനുരൂപമായി നാം ഒരിക്കലും ജീവിക്കരുത്. Do not compromise with the worldly pattern. അവൻ ലോകം ഒരുക്കി വച്ചിരിക്കുന്ന മൂശകളിൽ നമ്മെ ഉൾപ്പെടുത്തി അതിനകത്ത് വീണുപോകരുത്. Always seek the will of God and please to the Lord. അവൻ എപ്പോഴും ദൈവഹിതം അന്വേഷിച്ച് ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുന്ന ജീവിതമത്രേ നമുക്ക് ആവശ്യം. For that by obeying the God's word and use and then wear the arm of breastplates of the righteousness. അവൻ ദൈവത്തിന്റെ വചനം അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് അനുസരിച്ച് നാം ജീവിക്കേണ്ടവരത്രേ. That is our relationship with the God. അതാണ് നാമും ദൈവവുമായിട്ടുള്ള That ബന്ധം. should be our attitude towards God. അതാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ മനോഭാവം. Every moment we have to renew our mind. ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തെ പുതുക്കേണ്ടത് ആവശ്യമാണ്. Every moment we have to repent ourselves and please the Lord. അവൻ ഓരോ നിമിഷവും നമ്മുടെ തെറ്റുകളിൽ നിന്ന് നാം അനുദപിച്ച് ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കേണ്ടവരത്രേ. That is the word of God describing it to each one of us. അതാണ് നമ്മോട് ഓരോരുത്തരോടും വിളിച്ചു പറയുന്ന ശക്തമായ ദൈവത്തിന്റെ വചനം. And Paul emphasized that in that way we need to attack the evil tactics and stand in the firm of the Lord, to the Lord. ആമേൻ. അതുകൊണ്ടാണ് ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ദൈവവചനത്തെ അനുസരിച്ച് നീതിയിൽ നാം ഉറച്ചു നിൽക്കേണ്ടവരത്രേ. Romans chapter 12 verse 3 to 8 when we read. റോമർ 12 3 to 8. 3 മുതൽ 8 വരെ. Amen. Here Paul emphasized പൗലോസ് ഇവിടെ പറയുന്നത് the attitude or the conduct towards church. സഭയുടെ നടത്തിപ്പിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. Here, Amen, to attitude towards the church. സഭയോടുള്ള നടത്തിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. Here Paul emphasized the humility and unity of believers. വിശ്വാസികളുടെ താഴ്മയെ കുറിച്ചും ഐക്യതയെ കുറിച്ചുമാണ്. Verse 3 says, മൂന്നാമത്തെ വാക്യം പറയുന്നത്, Amen, hallelujah, not to think more highly of himself than he ought to think. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. Listen once again, not to think more highly of himself than he ought to think. ആമേൻ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ എന്ന് അവിടെ ഊന്നി പറയുകയത്രേ. But we need to humble ourselves before the Lord and in the church. ആമേൻ. സഭയിലും
കർത്താവിന്റെ സന്നിധിയിലും നാം നമ്മെ തന്നെ താഴ്ത്തേണ്ടവരത്രേ. Our attitude towards the church is when we come to the church, amen, hallelujah, don't boast ourselves and don't think that I'm something, but you have to consider others as I'm a great man. സഭയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ വലിയ ആളാണെന്നുള്ള മനോഭാവത്തോടെ കടന്നു വരരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ നാം എളിമയുള്ളവരും താഴ്മയുള്ളവരുമായിട്ട് ആ മനോഭാവത്തോടു കൂടെ അത്രേ നമ്മുടെ കർത്താവിന്റെ മാതൃക അനുസരിച്ചത്രേ കടന്നു വരേണ്ടത്. If you obey the God's word as be humble ourselves, God will honor us. അവൻ ദൈവവചനം പറയുന്നു, അവന്റെ കൈക്കീഴിലുള്ള ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നിരിപ്പീൻ, എന്നാൽ അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തുമെന്നാണ്. The pride is the greatest arm Satan is using to attack us. അവൻ നമ്മെ ആക്രമിക്കുവാൻ ശത്രു ഉപയോഗിക്കുന്ന ഒന്നാമത്തെ തന്ത്രം, ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് അഹംഭാവവും അഹങ്കാരവും എന്നുള്ളതാണ്. That may be the spiritual pride, that may be the money pride, or the possession and position. Remember, humble ourselves before God by the word of God. അതൊരു പക്ഷേ ആത്മീയമായിട്ടുള്ള അഹങ്കാരമായിരിക്കാം, പണത്തിന്റെ അഹങ്കാരമായിരിക്കാം, ലോകപ്രകാരമുള്ള പലതിന്റെയും അഹങ്കാരമായിരിക്കാം. ദൈവവചനം പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഏറ്റവും എളിമപ്പെട്ട് താഴ്മയുള്ളവരായി അനുസരണമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. You may be everything good in the church, but Lord, remember, obeying the God's word, that is the righteousness, the higher level of righteousness, obeying clearly the word of God, and be humble yourselves. ആമേൻ. ലോകത്തിന്റെ നീതി അനുസരിച്ചുള്ളതല്ല, എന്നാൽ അതിനേക്കാൾ ഉന്നതമായിരിക്കുന്ന നീതി എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ നീതിക്ക് അനുസരിച്ച് നാം താഴ്മയുള്ളവരായി ദൈവസന്നിധിയിലായിരിക്കുക എന്നുള്ളതാണ്. Verse 4 says the keeping unity. നാലാമത്തെ വാക്യം എന്ന് പറയുന്നത് ഐക്യതയെ കുറിച്ചാണ്. It says that just as in one body we have many members. ഒരു ശരീരത്തിൽ അനേക അവയവങ്ങളുള്ളതുപോലെ, just as there are many parts of our body, നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളുണ്ടല്ലോ. we each have different work to do. ഓരോ അവയവത്തിനും അതിന്റേതായ പ്രവൃത്തികളുണ്ട്. We belong to each other. നാം അന്യോന്യം കടപ്പെട്ടിരിക്കുന്നവരാണ്. And each need all of them. എല്ലാ അവയവങ്ങളെയും മനുഷ്യ ശരീരത്തിന് ആവശ്യമാണ്. Our body, how the body, the parts of the body related to our body, the parts, the member, the parts of our body related to the body, the same way the church members are related to the Christ. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അതിന് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ജോലികളുണ്ട്. അതുപോലെ തന്നെ സഭയാകുന്ന ക്രിസ്തുവിന്റെ സഭയാകുന്ന ഈ ശരീരത്തിലും ഓരോരുത്തർക്കും ഓരോ പ്രവർത്തനങ്ങളുണ്ട്. When we united together and do the things, that will be success. നാം എല്ലാവരും ഒന്നിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതൊരു വലിയ വിജയമായി മാറും. The unity of that relationship comes not by our might. നമ്മുടെ ശക്തി കൊണ്ടല്ല ആ ഐക്യതയുടെ ആത്മാവ് ലഭിക്കുന്നത്, but that is the fruit of the Holy Spirit. എന്നാൽ അത് പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫലമത്രേ ഈ ഐക്യത. To reveal the fruit of the Spirit through unity in the church. ആമേൻ. സഭയിലെ ഐക്യതയിൽ കൂടെയാണ് ആ ആത്മാവിന്റെ ആ ഫലമായ ഈ ഐക്യത ഉരുത്തിരിഞ്ഞു വരുന്നത്. This unity is an organic unity. അത് അവയവങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ അവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നോ അതുപോലുള്ള ഐക്യതയാണിത്. We cannot avoid any part of our body. നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവവും നമുക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല. We can see the mechanical unity when you see a motor working as a motor, in a motor car, that's a kind of mechanical unity. ഒരു വാഹനം നാം അതിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ അനേക ഭാഗങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചാണ് ആ വാഹനം മുന്നോട്ട് പോകുന്നത്. So any trouble comes in one part, they can remove it and then put in another one. ഒരു ഭാഗം ശരിയല്ലെങ്കിൽ മറ്റൊന്ന് ഇട്ട് അതിനെ ശരിയാക്കി മുന്നോട്ട് പോകാം. So our unity is not a mechanical unity. നമ്മുടെ ഐക്യം എന്ന് പറയുന്നത് അതുപോലെ യാന്ത്രികമല്ല. Our unity is an organic unity. അത് നമ്മുടെ ജീവനുള്ള ഒരു ഐക്യതയാണ്. നമ്മുടെ genetic unity. അത് ജനിതകമായിട്ടുള്ള ഒരു ജനിതകമായിട്ടുള്ള ഒരു ഐക്യതയാണ്. We are one in Christ. നാം ക്രിസ്തുവിൽ ഒന്നാണ്. We need to unite together. നാം ഒന്നിച്ച് ഐക്യതയോടെ നിൽക്കേണ്ടവർ. And work together. ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടവർ. And then Satan can come and attack us, and the church can stand firm in the Lord. അങ്ങനെയെങ്കിൽ ഒരു ശത്രുവിനും നമ്മെ ആക്രമിക്കാൻ സാധ്യമല്ല. ദൈവത്തിന് വേണ്ടി സഭയ്ക്ക് ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാൻ കഴിയും. In verse 7 says, ഏഴാം വാക്യം പറയുന്നത്, if your gift is practical services, serve others. Take our responsibility seriously. Our responsibilities, take our responsibility very seriously. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം വളരെ ഗൗരവത്തോടെ കാണേണ്ടവരാണ്. Those who offer comfort to the sorrowing should do so with a Christian cheerfulness.
ക്രൈസ്തവ സന്തോഷം നാം തിരിച്ചറിയേണ്ടവരാണ്. In Romans chapter 12 verse 9 to 21, the third part is based on the divorce, based on the man to man or to the brothers. മനുഷ്യൻ ദൈവം അവിടെ നാം കാണുന്നത് മനുഷ്യൻ മനുഷ്യനോട് എങ്ങനെ നടക്കണമെന്നുള്ളതിനെ കുറിച്ചാണ്. Apostle Paul emphasized obeying God's word in relation to the gods towards God, and that we discussed that one, and towards the church, and the third part is towards man to man. മൂന്നാമത് നാം കണ്ടത് അപ്പോസ്തലനായ പൗലോസ് ദൈവത്തോട് എങ്ങനെ നടക്കണം, സഭയോട് എങ്ങനെ നടക്കണം, മൂന്നാമതായി പറയുന്നത് മനുഷ്യൻ തമ്മിൽ എങ്ങനെ നടക്കണം എന്നുള്ളതാണ്. Praise the Lord. Hallelujah. Hallelujah. Amen. Hallelujah. Praise the Lord. We love each other. നാം അന്യോന്യം സ്നേഹിക്കുന്നവരാണ്. You love your neighbors നമ്മുടെ അയൽക്കാരെ നാം as സ്നേഹിക്കുന്നു. you love yourself. നാം നമ്മെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ അയൽക്കാരെ നാം That's the greatest commandment. അത് ദൈവത്തിന്റെ കർത്താവിന്റെ നീതിയുള്ള പ്രമാണമാണ്. So obeying God's word, and then according to the God's word, you love your neighbor, your brother as yourself. ദൈവവചനം നാം അനുസരിക്കുന്നത് കൊണ്ട് നാം നമ്മളെ പോലെ തന്നെ നമ്മുടെ അയൽക്കാരെയും സ്നേഹിക്കുന്നു. Verse 9 says, do not just pretend that you are love to others. നമ്മുടെ മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹം വെറും അഭിനയമായി മാത്രം മാറരുത്. Really love them, as 1 Corinthians chapter 13 verse 4 to 8 says, love is patient and kind. സ്നേഹം ക്ഷമിക്കുന്നു, അത് പൊറുക്കുന്നു എന്ന് പറയുന്നത് പോലെ മറ്റുള്ളവരെ നാം സ്നേഹിക്കേണ്ടതാണ്. It does not hold grudges. അത് മറുതലിച്ചു നിൽക്കുന്നില്ല. ആരും ദ്വേഷിക്കുന്നില്ല. നമ്മുടെ സ്നേഹം പ്രകടനങ്ങളാകരുത്. Praise the Lord. If you obey God's word and wanted to wear the breastplate as the righteousness of the breastplate, you do have to obey the God's word very clearly and very emphatically. നാം നീതി നമുക്ക് വേണമെങ്കിൽ നാം ദൈവവചനത്തെ അനുസരിക്കേണ്ടതും അതനുസരിച്ച് ജീവിക്കേണ്ടതും. Because of time you have to read 1 Corinthians chapter 13 verse 4 to 8. 1 Corinthians 13 സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. Everybody knows that one. Everybody knows that. We are so familiar words. ഇതെല്ലാം നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. But God wants to obey that God's word. ആ ദൈവവചനത്തെ അനുസരിക്കുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. That way we fulfill the righteousness. അങ്ങനെയാണ് നീതി നാം പൂർത്തീകരിക്കുന്നത്. Hallelujah. Amen. Don't pretend the love. അവൻ നാം സ്നേഹിക്കുന്നുവെന്ന് അഭിനയിക്കരുത്. Devoted to one another. Show hospitality and kindness to the people. മറ്റുള്ളവരോട് നാം ദയയും അവരോട് ആതിഥ്യ മര്യാദയും കാണിക്കേണ്ടവരാണ്. Blessed who persecute us. നമ്മെ പീഡിപ്പിക്കുന്നവരെ നാം അനുഗ്രഹിക്കേണ്ടതാണ്. Rejoice with those who rejoice and mourn with those who are mourn. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ നാം കരയേണ്ടവരാണ്. Very easy to mourn with the people those who mourn. കരയുന്നവരോടുകൂടെ ചേർന്ന് കരയുവാൻ എളുപ്പമാണ്. It's very difficult to praise the Lord. Amen. Rejoice those who rejoice. സന്തോഷിക്കുന്ന വേറൊരാൾ സന്തോഷിക്കുമ്പോൾ അവരുടെ കൂടെ സന്തോഷിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. Praise the Lord. Hallelujah. I'm not talking about this church. ഈ സഭയെ കുറിച്ചല്ല പറയുന്നത്. But we need to examine ourselves. എന്നാൽ നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതുണ്ട്. When he blessed, he rejoiced, and I have to rejoice with him. ഒരാളെ കർത്താവ് ദൈവം ഒരാളെ അനുഗ്രഹിക്കുമ്പോൾ അവർ സന്തോഷിക്കുമ്പോൾ അവരോടൊപ്പം നാം സന്തോഷിക്കണം. When God blesses his children and they are enjoying, they rejoice, I have to rejoice with them. ദൈവം ഒരാളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് അവരത് സന്തോഷിക്കുമ്പോൾ അവരോടൊപ്പം നാമും സന്തോഷിക്കണം. When others mourn, it's very easy to mourn us. മറ്റുള്ളവർ കരയുമ്പോൾ ദുഃഖിക്കുമ്പോൾ അവരോട് കൂടെ ചേർന്ന് കരയുവാൻ എളുപ്പമാണ്. That is very easy. അത് എളുപ്പമാണ്. But those who rejoice, and when they see the rejoiced people, and when you rejoice with them, that's what God wants in us. എന്നാൽ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുക എന്നുള്ളതാണ് കർത്താവ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. This shows the real obedience of God's word. അത് വാസ്തവമായിട്ടുള്ള ദൈവവചനത്തോടുള്ള അനുസരണത്തെയാണ് കാണിക്കുന്നത്. Here Paul encourages believers to live as an examples of God's love. അവൻ ദൈവ സ്നേഹത്തിന്റെ ഉദാഹരണങ്ങളായി നമ്മെ കാണിക്കുവാനാണ് ദൈവം നമ്മെ കുറിച്ച് So ആഗ്രഹിക്കുന്നത്. let me conclude here with that. Let us wear the armor of righteousness as breastplate and be protected from all devil's attack. അവൻ ശത്രുവിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും നമ്മെ രക്ഷിപ്പാനായി ഈ ദൈവവചനം അനുസരിച്ചുകൊണ്ട് ഈ നീതിക്ക് വേണ്ടി നമുക്ക് നിൽക്കാം. And stand firm in the Lord and lead a successful spiritual life till the end of our life, or
His appearance. കർത്താവിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ജീവിതാവസാനം വരെയും ഈ നീതി അനുസരിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Christ is going to come very soon. He's appearing very soon. ആമേൻ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. This is our hope. അതാണ് നമുക്കുള്ള ഏക പ്രത്യാശ. Paul is warning to us. പൗലോസ് നമ്മോട് മുന്നറിയിപ്പായി നൽകുന്നത് Defend all the evil attacks. ആമേൻ. ഈ എല്ലാ പിശാചിന്റെ തന്ത്രങ്ങളോടും എതിർത്ത് And നിൽക്കുവാനാണ്. lead a successful spiritual life. അങ്ങനെ ഒരു വിജയകരമായ ആത്മീയ ജീവിതം നയിക്കുവാനാണ് നമ്മോട് And പറയുന്നത്. obey God's word toward how we need to conduct towards God. ആമേൻ. ദൈവവചനത്തിനനുസരിച്ച് അതിന് വിധേയപ്പെട്ടുകൊണ്ട് ദൈവത്തോടുള്ള നടപ്പ് എങ്ങനെയായിരിക്കണമെന്ന് നമ്മെ ശോധന ചെയ്യാം. And obey God's word and then conduct towards the church. ആമേൻ. അങ്ങനെ സഭയോട് സഭയിൽ നമ്മുടെ നടപ്പ് എങ്ങനെ ഇരിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. Let our love be very real. നമ്മുടെ സ്നേഹം നിർവ്യാജമല്ലാതെ അത് വാസ്തവമായിരിക്കട്ടെ. Don't take revenge against revenge. ആമേൻ. പകരത്തിന് പകരം ചെയ്യുവാനുള്ള മനസ്സ് നമുക്ക് ഇല്ലാതിരിക്കട്ടെ. Don't talk against what we heard from others. ആമേൻ. മറ്റുള്ളവരിൽ നിന്ന് നാം എന്ത് കേൾക്കുന്നോ അത് ലോകത്തോട് വിളിച്ചു പറയാതിരിക്കട്ടെ. Let's submit ourselves before God. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. Surrender ourselves. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. Renew our mind. നമ്മുടെ മനസ്സുകളെ പുതുക്കാം. Repent every day and every moment. ആമേൻ. ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മുടെ പ്രവൃത്തികൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അനുതപിച്ച് മനസ്സാന്തരപ്പെടാം. These are the very trick of Satan is using us to put down, stop from the appearance of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ നാം എടുക്കപ്പെടാതിരിക്കുവാനുള്ള സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്ന് നമ്മെ തന്നെ രക്ഷിച്ച് നമുക്ക് ജീവിക്കാം. So that we need to submit ourselves and pray to God. അതുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാം. This can be done by our might. നമ്മുടെ ശക്തി കൊണ്ട് സ്വന്തം ശക്തി കൊണ്ട് അത് ചെയ്യാൻ സാധ്യമല്ല. Lord, fill with your spirit. നമ്മുടെ ഉള്ളങ്ങളെ ആത്മാവിനാൽ നിറയ്ക്കണം. Let God's spirit come in us and do the things. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈ പറയുന്ന ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുവാൻ നമുക്കിടയാകും. For that we need a thirst of the spirit. ആമേൻ. അതുകൊണ്ട് ആത്മാവിന് വേണ്ടിയുള്ള ഒരു ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. For that we submit ourselves and then lead a successful Christian life. അങ്ങനെ നാം ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുമ്പോൾ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കും. Praise Lord. അതിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.